എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ ജീനി എടുത്ത് അവളുടെ രണ്ടാമത്തെ വിഷ് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് ചോദിക്കുന്ന വിഷ് എന്ന് വെച്ചാൽ അവളുടെ മുത്തശ്ശീനെ അവളുടെ പ്രായത്തിലുള്ള ഒരു ലേഡിയാക്കി മാറ്റണമെന്ന. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീനി നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടെ പറയും, നീ എന്തിനാണ് ഇത്ര തിടുക്കം കാണിക്കുന്നത് നിന്റെ രണ്ടാമത്തെ വിഷിന് വേണ്ടിയിട്ട്, അപ്പം ഇതൊക്കെ പറഞ്ഞാൽ പോരെ. എന്നാൽ നമ്മളുടെ യാങ് അവിടെ പറയും, അങ്ങനെയൊന്നുമില്ല, എൻ്റെ മുത്തശ്ശിക്കായിരുന്നാലും അധിക സമയമൊന്നുമില്ലല്ലോ, അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന തീരുമാനം വളരെ ശരിയാണ്. എന്തായിരുന്നാലും ഞാൻ ഇപ്പം നിൻ്റെ അടുത്ത് വിഷ് ചോദിക്കത്തില്ല, എനിക്കൊരു 3 ദിവസം കഴിഞ്ഞിട്ട് വിഷ് തന്നാൽ മതി എന്ന്. ഇതും പറഞ്ഞിട്ട് നമ്മുടെ യാങ് നേരെ വരുന്നത് അവളുടെ മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ടാണ്. വന്നിട്ട് അവരുടെ അടുത്ത് പറയും, ഞാനാണെങ്കിൽ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരും ചെന്നിട്ട് പറ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു ട്രിപ്പിന് പോകാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ മുത്തശ്ശിക്ക് നല്ല സന്തോഷമാവും. അവർക്കാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് വേറെ ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ആ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് കസ്റ്റമറില്ലേ, അവരെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ റിച്ച് ആയിട്ട്, അതായത് ഒരു 10 വർഷം മുന്നേ തൊട്ടേ അവരുടെ പ്രൊമോഷനൊക്കെ കിട്ടി അവർക്ക് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെ മോളുമായിട്ട് അവർക്കിപ്പോൾ നല്ല റിലേഷൻഷിപ്പിലൊന്നും അല്ല. അവരവരുടെ മോളെ വിളിച്ച് നോക്കും, അവളെ എവിടെയും കാണാൻ പറ്റത്തില്ല. വീട്ടിലെല്ലാം വന്ന് ചെക്ക് ചെയ്ത് നോക്കും, അവൾ വീട് മൊത്തം അലങ്കോലാക്കി ഇട്ടേക്കുമായിരുന്നു. അവസാനം ഇവരറിയും അവളുടെ മോളാണെങ്കിൽ ഇപ്പോൾ കോളേജിൽ പോകുന്നത് നിർത്തിയിട്ടുണ്ട് എന്ന്. ഇവരവിടെ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവളുടെ മോള് വിളിച്ചിട്ട് കാര്യം പറയും, എനിക്കിപ്പോൾ അമ്മയോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോളാം എന്ന്. ഇവിടെയാണെങ്കിൽ ആ ലേഡി ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ മുന്നേ സാധാരണ ഒരു എംപ്ലോയി ആയിരുന്ന സമയത്ത് അവരുടെ മോളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അവരിപ്പോൾ റിച്ച് ആയ സമയത്ത് അവളുടെ മോളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അവർക്ക് ആ മോളുടെ കൂടെ ഒരു ബോണ്ടോ ഒരു കാര്യവും ഇല്ല. അങ്ങനെ നമ്മുടെ ജീനി വീണ്ടും പ്രത്യക്ഷപ്പെടും 3ാമത്തെ വിഷിന് വേണ്ടിയിട്ട്. ജീനി അവിടെ പറയും, നിങ്ങളിപ്പോൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കെല്ലാം പഴയതുപോലെ ആക്കി തീർക്കാൻ പറ്റുമെന്ന്. എന്നാൽ ഈ ലേഡി പറയും, ഞാൻ അങ്ങനെ എങ്ങനെയൊന്നും എൻ്റെ വിഷ് വെറുതെ വേസ്റ്റാക്കി കളയത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ ജീനിനെ വിളിക്കുന്നതാണ്. അവൾ എന്നിട്ട് പറയും, ഞാൻ ചോദിച്ച വിഷിനുള്ള സമയമായി 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശീനെ നീ ആണെങ്കിൽ യങ് ആക്കി മാറ്റണോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ യാങ് അവളുടെ മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവരാണെങ്കിൽ അവിടെ സോഫയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവരെഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മളുടെ യാങ് കണ്ട് ഞെട്ടിപ്പോവും. കാര്യം എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശിയുടെ ചെറുപ്പത്തിൽ നല്ല സുന്ദരിയായിരുന്നു. ഇത് കാണുന്ന യാങ് അവിടെ ചോദിക്കും, മുത്തശ്ശി നിങ്ങൾ ഇത്രയ്ക്ക് സുന്ദരിയായിരുന്നോ നിങ്ങളുടെ യങ് ഏജിൽ? മുത്തശ്ശിക്കൊന്നും മനസ്സിലാവത്തില്ല. അവരതിൽ പാസ് ചെയ്ത് പോകാൻ നേരത്ത് കണ്ണാടിയിൽ ഒരു പെണ്ണിനെ കാണുന്ന മുത്തശ്ശിക്കും അതാരാ എന്ന്. പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവും ഇത് അവരുടെ തന്നെ രൂപവാ എന്ന്. മുത്തശ്ശി ഇത് കണ്ട് ഭയങ്കര ഷോക്കായിട്ട് അവരപ്പം തന്നെ ബോധം കെട്ട് വീഴും. അങ്ങനെ ഒരു 10 തവണയെങ്കിലും അവരവിടെ ബോധം കെട്ട് വീണിട്ടുണ്ട്. നമ്മുടെ ഈ ആങ്ങായിരുന്നാലും മുത്തശ്ശിക്ക് ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 10 തലയണയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവളവിടെ പേഷ്യൻ്റായിട്ട് നോക്കി നിൽക്കും മുത്തശ്ശിക്ക് ബോധം വരാൻ വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ആ ഏഞ്ചലില്ലേ, അയാളുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ കാക്കകളുടെയൊക്കെ നിന്നിട്ട് സംസാരിക്കുന്നതാണ്. അവളങ്ങനെ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യും. എന്നിട്ട് അവൾ നേരെ വന്ന് അവളുടെ ഓണറായിട്ടുള്ള ആ ഏഞ്ചലിൻ്റെ അടുത്ത് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യും. അതായത് നമ്മുടെ യാങ് ആണെങ്കിൽ 2ാമത്തെ വിഷൻ ചോദിച്ചിട്ടുണ്ട്, അതും സെൽഫ്ലെസ് ആയിട്ടുള്ള വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് വിഷ് ചോദിച്ചിരിക്കുന്നത് എന്ന്. ഇത് കേൾക്കുന്നതും ആ ഏഞ്ചൽ ഭയങ്കരമായിട്ടാണെന്ന് ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ നേരെ വരുന്നത് നമ്മളുടെ ജീനിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ലാമ്പിലായിട്ടാണ്. ജീനി ആയിരുന്നാലും ചോദിക്കും, നിനക്ക് മാനേഴ്സ് ഇല്ലേ? എൻ്റെ വീടായിട്ടുള്ള എൻ്റെ പ്യുവർ ആയിട്ടുള്ള ഈ ലാമ്പിലോട്ട് വരുന്നതിന് മുന്നേ നിനക്കൊന്ന് ചോദിക്കാമായിരുന്നു, നിനക്കൊന്ന് നോക്ക് ചെയ്യാമായിരുന്നു. ഇത് കേൾക്കുന്നത് നമ്മളുടെ ആ ഏഞ്ചല് അവനെ കളിയാക്കി സംസാരിക്കാൻ തുടങ്ങും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഇവർക്ക് രണ്ടുപേർക്കും അടി ഉണ്ടാക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ നമ്മുടെ യാങ് ആണെങ്കിൽ അവളുടെ യങ് ആയിട്ടുള്ള മുത്തശ്ശിയുടെ കാര്യത്തിൽ ഭയങ്കര ബിസി ആയിരുന്നു. അവരാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ എക്സൈറ്റ്മെന്റ് കാരണം ഒരു കോട്ടൊക്കെ എടുത്തിട്ടിട്ട് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ഷോപ്പിങ്ങും അതേപോലെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ യാങ്ങിന് നല്ല ടെൻഷനാവും. അവളാണെങ്കിൽ കുളിച്ച് തലയിലെ കെട്ട് പോലും അഴിക്കാണ്ട് ഇവരുടെ പുറകെ ഓടും. എന്നിട്ട് അവസാനം ഇവരെ പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയിട്ട് ഇവരുടെ അടുത്ത് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതായത് പുതിയ യൂത്തിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇടപഴകാനുള്ളത്, എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, ഏതിൻ്റെ കൂടെ മാച്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാര്യം ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ മുത്തശ്ശി വിയേർഡാണെന്ന് പറയാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജീനിയുടെ 4ാമത്തെ കസ്റ്റമറില്ലേ, അയാളാണെങ്കിൽ വണ്ടി ഓടിച്ചിങ്ങനെ പോകാൻ നേരത്ത് ഒരു മാനിനെ ഇടിച്ചിടുന്നതാ. പെട്ടെന്ന് തന്നെ അയാൾ വന്നിട്ട് നോക്കുമ്പോൾ ആ മാനിന് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു, എന്നാൽ അത് മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ അയാൾ ഒരു കമ്പിയ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് അതിനെ അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീനി അയാളുടെ മുമ്പിലായിട്ട് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, ഞാനൊരു ജീനിയാണ്, നിനക്ക് 3 വിഷസ് ചോദിക്കാം, ഞാൻ 3 നടത്തി തരുന്നതായിരിക്കും എന്ന്. ഇയാളാണെങ്കിൽ നമ്മുടെ ജീനിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല. അയാൾ ചോദിക്കും, ഓഹോ ഞാൻ ഈ മാനിനെ കൊല്ലുന്ന നിനക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതുകൊണ്ടായിരിക്കുമല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. പെട്ടെന്ന് തന്നെ
തന്നെ നമ്മളുടെ ജീനി പറയും അങ്ങനെയൊന്നുമില്ല, നിനക്കൊരു വിഷ് ഉണ്ടെങ്കിൽ നീ അത് പറയാന്ന്. പെട്ടെന്ന് തന്നെ ഇയാളാണെങ്കിൽ വായി വരുന്ന ഒരു വിഷ് അങ്ങ് ചോദിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഈ മാനിനെ അങ്ങ് നേരെയാക്ക്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീനി അവന്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ മാനിനെ നേരെയാക്കും. മാൻ അവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോവും. ഇത് കാണുന്നതും നമ്മളുടെ ഈ 4ാമത്തെ കസ്റ്റമർ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അയാൾ അന്തം വിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീനി പറയും, നിനക്കാണെങ്കിൽ ഇനി ബാക്കി 2 വിഷസുണ്ട്, നിനക്ക് ആവശ്യമുള്ളത് എപ്പോഴാണോ അപ്പോഴും നിന്റെ മുമ്പിലായിട്ട് ലാമ്പ് പ്രത്യക്ഷപ്പെടും. ആ സമയത്ത് നിനക്ക് നിന്റെ ഈ വിഷസ് ചോദിക്കാവുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവനവിടുന്ന് മാഞ്ഞങ്ങ് പോവും. ഇയാളാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇറിറ്റേറ്റ് ആവും. അയാൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഞാൻ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് വിഷ് യൂസ് ചെയ്തല്ലോ, ഞാൻ ആ മാനിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു, അതിന് ഞാൻ ജീവൻ കൊടുത്തല്ലോ എന്നും പറഞ്ഞ് അവനവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീനിയാണെങ്കിൽ ഒരു പാർക്കിലിരിക്കാൻ നേരത്ത് സേജ് വന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നതാ. അവിടെ സേജ് പറയും, നമ്മളുടെ യാങ് ആണെങ്കിൽ ഒരു സ്റ്റുഡിയോയിലായിട്ട് പോയിട്ട് അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക, അവളുടെ ഫ്രണ്ടും അവളുടെ കൂടെ ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നതിന് ജീനിക്ക് നല്ല ജലസ് അടിക്കും. അവൻ വേഗം തന്നെ നമ്മളുടെ യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തായിട്ട് വരും. എന്നിട്ട് നമ്മളുടെ ജീനിയാണെങ്കിൽ ആ ഡാൻസ് കളിക്കുന്ന ചെറുക്കനില്ലേ അവൻ്റെ കാലിനിട്ടൊരു തട്ടങ്ങ് വെച്ച് കൊടുക്കും. അവൻ വന്ന് തറയിൽ വീഴും. അപ്പം നമ്മളുടെ ജീനി ഒന്നും അറിയാത്ത പോലെ ഇവൻ്റെ കയ്യെ പിടിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജീനിയുടെ 2ാമത്തെ കസ്റ്റമർ, അതായത് യാങ്ങിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്. അവളുടെ മാനേജർ അവളെ വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് യാങ്ങിനെ അറിയാവോ എന്ന്. അപ്പോൾ അവളാണെങ്കിൽ പറയും, എനിക്ക് അത്ര നല്ല പോലെ അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇയാളാണെങ്കിൽ പറയാൻ തുടങ്ങും, യാങ് നമ്മളുടെ പ്രൈം കസ്റ്റമേഴ്സിൽ ഒരു വലിയൊരാളാണ് എന്ന്. അവളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, നമുക്ക് അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന ഈ പെണ്ണിന് നല്ല ജലസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ ജീനി അവളുടെ മുമ്പിലായിട്ട് പ്രത്യക്ഷപ്പെടും. അവനാണെങ്കിൽ 3 വിഷസ് ചോദിക്കും. ഇവിടെയായിട്ട് ആ പെണ്ണ് പറയുന്നത് യാങ്ങിൻ്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണോ എന്ന്. അപ്പോൾ നമ്മുടെ ജീനി ചോദിക്കും, ഓ അപ്പോൾ നിനക്ക് യാങ്ങിനെ പോലെ റിച്ച് ആവണോ അല്ലേ. അപ്പോൾ ആ പെണ്ണ് പറയും, അങ്ങനെയല്ല, എനിക്ക് അവളുടെ അക്കൗണ്ടിലുള്ള എല്ലാ ക്യാഷും എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആക്കണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീനി ഒന്ന് ഞെട്ടിപ്പോവും. എന്നാലും അവൻ ആ വിഷ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തല്ലേ പറ്റൂ. അവൻ അങ്ങനെ അതിന് സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ ഇക്കാര്യം വന്ന് നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് പറയും. യാങ്ങിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അവള് പറയും, ഓക്കെ ഫൈനലി നീ ആദ്യമായിട്ട് ഈ ബെറ്റിൽ വിൻ ചെയ്തു എന്ന്. അങ്ങനെ നമ്മളുടെ യാങ് ആണെങ്കിൽ ജീനിയുടെ ആ ലാമ്പിലായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്, അവിടെയായിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് മണ്ണ് ഇങ്ങനെ ടൈം വീഴുന്നത് പോലെ വീണുകൊണ്ടിരിക്കുന്നത് കാണിക്കും. പെട്ടെന്ന് തന്നെ അവൾ അതിനകത്ത് വന്ന് തൊട്ട് നോക്കും. അപ്പോൾ അവൾക്ക് കുറേ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വരും. അതായത് പണ്ടുള്ളൊരു കാലത്തിരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ കുറേ സ്വർണത്തിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഇരുന്നിങ്ങനെ ചിരിക്കുന്നത്. ഇവക്കിത് കാണുന്നേ ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യും. അവൾ വിചാരിക്കും, അപ്പോൾ ഇത്രയും കാലം എൻ്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ടിരുന്ന പെൺകുട്ടി യഥാർത്ഥത്തിലുള്ളതാണല്ലേ എന്ന്. എന്നാൽ അവൾക്ക് വേറൊന്നിനെ പറ്റി അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാങ് ആണെങ്കിൽ അവളുടെ വർക്ക്ഷോപ്പിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു ഫ്രണ്ട് ഇല്ലേ, അവൻ അവൻ്റെ മോനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവളുടെ അടുത്ത് കുറച്ച് സംസാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. ഈ കൊച്ചിറക്കാൻ അവിടെ എന്നിട്ട് നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങും. ഇവൻ എന്തോ ഭയങ്കര വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ യാങ്ങിൻ്റെ അടുത്ത് പണ്ടത്തെ കാലത്തെ കഥകളൊക്കെ പറയും. അപ്പോൾ അവൾ പറയും, സോറി എനിക്ക് കഥ കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എനിക്ക് ഇങ്ങനത്തെ കഥയൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ തല നല്ലതുപോലെ വേദനിക്കാൻ തുടങ്ങും. പോരാത്തതിന് എനിക്ക് കൊച്ചുകുട്ടികളെ ഇഷ്ടവും അല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇവന് വലിയ മൈൻഡൊന്നും കൊടുക്കാണ്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോവും. ആ സമയത്ത് നമ്മളുടെ സേജ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സേജിനെ കാണുന്നതും ഈ ചെറുക്കൻ ശ്രദ്ധിക്കും, ഇവൻ്റെ നിഴലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജയന്റ് പാന്തറിനെ പോലെയാണ് ഇരിക്കുന്നത് എന്ന്. അവനിങ്ങനെ നമ്മളുടെ സേജിനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ മുത്തശ്ശീനെ അന്വേഷിച്ച് കറങ്ങി നടക്കുമായിരുന്നു. അവിടെ ഒരു കഫേയിലായിട്ട് അവൾ അവളുടെ മുത്തശ്ശീനെ കണ്ടുപിടിക്കും. മുത്തശ്ശിയാണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മെയ് ഇല്ലേ, അവളുടെ കൂടെ ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. യഥാർത്ഥത്തിൽ നമ്മളുടെ യാങ്ങിന് ഇത് കാണുന്നത് ഭയങ്കര അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യും. അവൾക്ക് തന്നെ അറിയത്തില്ല അവൾക്ക് എന്ത് ഡിസ്കംഫർട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്ന്. അവൾക്ക് ജലസാണോ എന്തുവാണെന്നൊന്നും അറിയത്തില്ല. മുത്തശ്ശി അവിടെ നല്ലതുപോലെ എൻജോയ് ചെയ്ത് നല്ല അടിച്ചു പൊളിച്ചാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ യാങ് ആണെങ്കിൽ ജീനിയുടെ ആ ലാമ്പില്ലേ അതിൻ്റെ അടുത്തിരുന്നിട്ട് ആലോചിക്കുന്നതാ. അതായത് അവൾ ആ മണ്ണിനകത്ത് തൊട്ട സമയത്ത് അവൾക്ക് എന്തൊക്കെയോ മെമ്മറീസ് വന്നല്ലോ, അതല്ല എന്താണ് എന്ന്. അവൾ അങ്ങനെ ഒരു തുണിയെടുത്ത് അവളുടെ തലയിൽ കൂടി ഇട്ടിട്ട് അവളുടെ മെമ്മറീസിൽ വന്ന ആ പെൺകുട്ടിയിലെ അവളെ പോലെ ആക്ട് ചെയ്ത് നോക്കും. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കും, ആ സമയത്ത് ഞാൻ എന്ത് വിഷയമായിരിക്കും ആലോചിച്ചത്. പെട്ടെന്ന് തന്നെ പുറത്തായിട്ട് ഒരുപാട് കിളികളുടെ കരച്ചിലൊക്കെ കേൾക്കും. വന്ന് നോക്കുമ്പോൾ നമ്മളുടെ ആ ഏഞ്ചൽ തന്നെയാണ്. ഇവനെ കാണുന്ന യാങ് വന്നിട്ട് ചോദിക്കും, അല്ല നിനക്കിപ്പോൾ എന്തോ വേണം, നീ എന്തിനാ എന്നെ ഇപ്പോൾ കാണാൻ വന്നത്? അപ്പോൾ ഏഞ്ചൽ ചോദിക്കും, നീ നിന്റെ 2ാമത്തെ വിഷം ചോദിച്ചല്ലേ? അപ്പോൾ അവൾ ചോദിക്കുന്നത് തന്നെ, നീ എന്താ എൻ്റെ വിഷസിൻ്റെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ, എന്ത് വേണം നിനക്ക്? അപ്പം ഇവനാണെങ്കിൽ പറയും, നീ വിചാരിക്കുന്നത് പോലെ ജീനി
അത്ര നല്ലവനൊന്നുമല്ല. അവനാണെങ്കിൽ നീ 3 വിഷസ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അപ്പം നമ്മളുടെ യാങ് ആണെങ്കിൽ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കത്തില്ല. അപ്പം നമ്മുടെ ഈ ഏഞ്ചൽ ചോദിക്കും, അവൻ എന്തിനാണ് നിന്റെ അടുത്ത് ഇത്രയ്ക്ക് വലിയ പകയുള്ളതെന്ന് നിനക്ക് വല്ല ഐഡിയയും ഉണ്ടോ? അപ്പം നമ്മളുടെ യാങ് പറയും, അവനെ ഞാനല്ലേ ആ കുപ്പിയിലാക്കി അടച്ചു വെച്ചത്, അതിൻ്റെ ദേഷ്യമായിരിക്കും. അപ്പം നമ്മളുടെ ഈ ഏഞ്ചൽ ചോദിക്കും, നിനക്ക് അതിൻ്റെ യഥാർത്ഥ റീസൺ അറിയത്തില്ലല്ലോ, ഞാൻ നിനക്കത് കാണിച്ചു തരാം. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കും. അവളുടെ സൈലൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവൾക്കതറിയാൻ നല്ല ആഗ്രഹമുണ്ട് എന്ന്. ഇവിടെ നമ്മളുടെ ഏഞ്ചൽ ആണെങ്കിൽ പറയും, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മളുടെ യാങ് ചോദിക്കും, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് എന്താ ആവശ്യമെന്ന്. അപ്പം അവൻ പറയുന്നത് തന്നെ, ശത്രുവിൻ്റെ ശത്രു മിത്രമാണെന്നല്ലേ എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് നീ എൻ്റെ മിത്രമാണ്, നിന്നെ ഞാൻ സഹായിക്കാൻ റെഡിയാണ് എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ്ങിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നത്തില്ല. അവൾ വേഗം തന്നെ അവിടെ ഇരുന്ന് ഒരായുധം എടുത്തിട്ട് ഇവൻ്റെ തലക്കിട്ട് ഒറ്റൊരു വലിയ അടിയങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, മര്യാദയ്ക്ക് എൻ്റെ കൺമുന്നിൽ നിന്ന് പോക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുന്നേ ആയിരിക്കും എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ഈ ഏഞ്ചലിൻ്റെ അസിസ്റ്റൻ്റ് ഇല്ലേ, ആ പെണ്ണിനെ കാണിക്കും. ഇവന് കിട്ടുന്ന അടി കറക്റ്റായിട്ട് ചെന്ന് കിട്ടുന്നത് അവക്ക് തന്നെയാണ്. അവൾ നമ്മളുടെ സേജിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മളുടെ സേജും ഈ പെണ്ണും തമ്മിൽ ചെറിയൊരു ഇഷ്ടമുണ്ട്. രണ്ടുപേരും ഇപ്പോൾ ഒരു ഡേറ്റിന് ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ സേജ് അവിടെ പറയും, ഇനി വരുന്ന ദിവസങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, നമ്മൾ രണ്ടുപേരും നമ്മളുടെ ഓണേഴ്സിനെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റത്തോളെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് സേജ് വന്നെന്ന് സംസാരിക്കുന്നതാണ്. അതേസമയം തന്നെ 2 പോലീസ് ഓഫീസേഴ്സ് അവിടെ വന്നിട്ട് നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് പറയും, ഞങ്ങൾ ഇവിടെ ഒരു മിസ്സിംഗ് കേസിന്റെ പേരിൽ അന്വേഷണത്തിന് വന്നതാണ്, ഈ പെൺകുട്ടി ഇപ്പൊ കാണാനില്ല, ഇവളെ നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ ഒക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് പറയും, എനിക്കിങ്ങനെ ഒരു ലേഡീനെ അറിയത്തില്ല, പക്ഷേ ഞാൻ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പും ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞ് അവളാണെങ്കിൽ ആ പെണ്ണിൻ്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വയ്ക്കും. അതേസമയം തന്നെ അവൾക്കാണെങ്കിൽ ഈ പെണ്ണിൻ്റെ മുടി കാണുന്ന ചെറിയൊരു ഫെമിലാരിറ്റി തോന്നും. അവൾ വേഗം തന്നെ ആ മുടി ശ്രദ്ധിച്ചിട്ട് അവളുടെ ഡ്രോയർ തുറന്ന് ഒരു മുടിയുടെ പീസ് എടുക്കും. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീനിയുടെ 4ാമത്തെ കസ്റ്റമർ ഇല്ലേ, അതായത് മറ്റേ മാന്യനെ കൊന്നയാൾ, അയാൾ നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് ഒരു കാറ് ശരിയാക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ വണ്ടിയുടെ പുറകെയായിട്ട് ഇങ്ങനൊരു മുടിയുടെ പീസും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ യാങ്ങിന് ചെറിയൊരു ഡൗട്ട് അടിക്കും, ഇനി ഒരു പക്ഷേ അവൻ വല്ല സൈക്കോ കില്ലറും ആണോ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ യാങ്ങിൻ്റെ മുത്തശ്ശീനെയാണ്. അവരിപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് നല്ലതുപോലെ അടിച്ചു പൊളിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതേപോലെ കഫേയിലൊക്കെ പോയി നല്ലപോലെ എൻജോയ് ചെയ്യുമായിരുന്നല്ലോ. ഇവിടെയായിട്ട് നമ്മളുടെ മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും മെയ്യിനെ കണ്ടിട്ട് അവളുടെ കൂടെ ഒരു കഫേയിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണെങ്കിൽ ആ വില്ലേജിലുള്ള നമ്മളുടെ മുത്തശ്ശിയുടെ കൂട്ടുകാരിമാരില്ലേ, അവരെല്ലാവരും ശ്രദ്ധിക്കും. അവരിങ്ങനെ പറയും, എന്നാലും നമ്മളുടെ കൂട്ടുകാരിയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രിപ്പിന് പോയിട്ട് അവളുടെ ഒരു വിവരവും ഇല്ലല്ലോ, അവൾ നമ്മളെ ഇതുവരെ വിളിച്ചില്ലല്ലോ, ഇനി ആ യാങ് വല്ലതും അവളെ വല്ലതും ചെയ്തോ, എന്നാലും ഇപ്പൊ പുതുതായിട്ട് ഈ വില്ലേജിൽ വന്ന പെണ്ണ് ഏതാ, അവളും നമ്മളുടെ കൂട്ടുകാരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവർക്ക് മൊത്തത്തിൽ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മെയിൻ ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മുടെ യാങ്ങിനെയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നമ്മുടെ യാങ്ങിൻ്റെ വീട്ടിലായിട്ട് വരും. വന്നു നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിയുടെ ചെറുപ്പക്കാരിയില്ലേ, അവളാണെങ്കിൽ ആ വീട്ടിലായിട്ട് നിൽക്കുവാണ്. ഇവരങ്ങനെ നമ്മളുടെ യാങ്ങിനെ പിടിച്ചിർത്തിയിട്ട് ചോദിക്കും, നിന്റെ മുത്തശ്ശി എവിടെ പോയി, നീ അവരെ വല്ലതും ചെയ്തോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുണ്ട്, നീ അവരെ എന്തോ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ എന്ത് പറയണോന്നറിയാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അവിടെയുള്ള ഒരു വില്ലേജ് ഓഫീസറുണ്ട്, അയാളുടെ ഫോണിലായിട്ട് പെട്ടെന്ന് തന്നെ ഒരു കോൾ വരും. അത് വേറെ ആരുടെ ആയിരുന്നില്ല, നമ്മളുടെ മുത്തശ്ശിയുടെ തന്നെയായിരുന്നു. മുത്തശ്ശിയാണെങ്കിൽ ഏതോ ഒരു സ്ഥലത്തായിട്ട് ട്രിപ്പിന് നിൽക്കുന്നത് പോലെ ആ വീഡിയോ കോളിൽ കാണിക്കുന്നത്. ഇത് കാണുന്നതും എല്ലാവർക്കും നല്ല സന്തോഷമാണ്. അവരെല്ലാവരും പറയും, ഓഹോ അപ്പോൾ നീ ജീവനോടെ ഉണ്ടായിരുന്നല്ലേ, യഥാർത്ഥത്തിൽ ഈ പണി ഒപ്പിച്ചു വെച്ചത് നമ്മളുടെ ജീനി തന്നെയാണ്. അങ്ങനെ വില്ലേജിലുള്ള ആൾക്കാരെല്ലാം അവിടെ നിന്ന് പോകും. മുത്തശ്ശിക്കായിരുന്നാലും നല്ല വിഷമം ഉണ്ടായിരുന്നു. അവരെ കാണുമല്ലേ നമ്മളുടെ യാങ്ങിനിപ്പോൾ ഇത്രയും കേൾക്കേണ്ടി വന്നത്. യാങ്ങിനെ എല്ലാവരും കൂടി ഒരു മോശക്കാരിയാക്കുകയല്ലേ ചെയ്ത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ മുത്തശ്ശി ഇവിടെ പറയും, നിനക്ക് വേണമെങ്കിൽ ഞാൻ 5-6 ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാമെന്ന്. അതേസമയം തന്നെ നമ്മളുടെ ജീനി അവിടേക്ക് വരും. അവൻ വന്നിട്ട് ചോദിക്കും, ഞാനിപ്പോൾ നല്ല പണിയല്ലേ കാണിച്ചത്, ഞാനില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ എന്ത് ചെയ്താനെ. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് പറയും, നിന്നെ പോലെ ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ജീനി ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് സോൾവ് ആക്കാൻ പറ്റിയേനെ എന്ന്.
യഥാർത്ഥത്തിൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ജീനിക്ക് നല്ലപോലെ ഹേർട്ടാവും. അവനെ അവള് ഫെയിൽഡ് എന്നല്ലേ വിളിച്ചത്. ഇത് കേട്ട് നമ്മളുടെ ജീനി ഭയങ്കര സങ്കടത്തിൽ ദൂരെ മാറിപ്പോയി ഇരിക്കും. അവന് വിഷമം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ രണ്ടാമത്തെ ആ കസ്റ്റമറിനെ കാണിക്കും. ആ പെണ്ണിനാണെങ്കിൽ ഇപ്പോൾ ഗ്രീഡ് തലയിൽ പിടിച്ചിട്ട് അവളാണെങ്കിൽ ജീനി എടുത്ത് അടുത്ത വിഷയം ചോദിക്കും. അതായത് നമ്മളുടെ യാങ്ങിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒന്ന് കൂട്ടി കൊടുക്കണോ എന്ന്. എന്നാലല്ലേ അവളുടെ അക്കൗണ്ടിൽ വരുന്ന പൈസേനല്ല അവൾക്ക് വേറെ ഇതിലോട്ട് മാറ്റാൻ പറ്റൂ. സത്യം പറഞ്ഞാൽ ഈ പെണ്ണൊരു പന്തകുത്തിയ. അവൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് നമ്മളുടെ യാങ്ങിനെ പോലെ അത്രയും ക്യാഷ് വേണോ എന്ന് ചോദിക്കായിരുന്നു. എങ്കിൽ പിന്നെ അവളുടെ സ്വന്തമായിട്ടുള്ള ക്യാഷ് അവളുടെ അക്കൗണ്ടിൽ വന്നാണ്. എന്നാൽ ഇവളാണെങ്കിൽ മെയിൻ ടാർഗറ്റാക്കി വെച്ചിരിക്കുന്നതേ നമ്മളുടെ യാങ്ങിനെയാണ്. യാങ്ങിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനൊരു വിഷ് തന്നെ ചോദിച്ചത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മളുടെ യാങ് ആണെങ്കിൽ ഈ ബാങ്കിലായിട്ട് വന്നിട്ട് അവളുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് തന്നെ ഇൻക്രീസ് ആക്കുന്നതാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മളുടെ ജീനി ആണെങ്കിൽ അവിടെ ഇരുന്ന് ഗെയിം കളിക്കാൻ നേരത്ത് ഒരു കൊച്ചു ഇറക്കനെ പരിചയപ്പെടുന്നതാണ്. അവൻ്റെ കയ്യിലെല്ലാം ഒരുപാട് ഇടിച്ചതിൻ്റെയും പാടുണ്ടായിരുന്നു. നമ്മളുടെ ജീനി ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയതാ എന്ന്. അപ്പോൾ ഈ ചെറുക്കൻ പറയാം, അത് ഫാമിലി പ്രോബ്ലംസ് ആണ്. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ വലിയൊരാളാവണം, എന്നിട്ട് എൻ്റെ അമ്മേനെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കണം എന്നാ. ഇത് കേൾക്കുന്നത് നമ്മുടെ ജീനി പറയും, നീ കറക്റ്റായിട്ടുള്ള ഒരാളുടെ അടുത്താണ് വന്നിരിക്കുന്നത്. ഈ വില്ലേജിൽ എന്നെക്കാട്ടി നല്ലതുപോലെ വിഷ് ഗ്രാൻഡ് ചെയ്യുന്ന വേറൊരു മനുഷ്യനില്ല എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ജീനി ആണെങ്കിൽ അവനെ സഹായിക്കാൻ റെഡിയാവും. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ജീനി ഈ കൊച്ചിറക്കൻ്റെ അച്ഛൻ ഇല്ലേ, അയാളെ ആണെങ്കിൽ എടുത്തുകൊണ്ട് വന്ന് ഒരു മരുഭൂമിയിലായിട്ട് കൊണ്ടുവന്ന് ഇടുന്നതാണ്. അപ്പോൾ ഇയാൾ അവിടെ കിടന്ന് നിലവിളിക്കും, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്നും പറയട്ടെ. അപ്പോൾ നമ്മളുടെ ജീനി പറയും, നിന്നെ രക്ഷിക്കാൻ ആരും വരത്തില്ല, നീ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനേ അല്ല, അതുകൊണ്ടല്ലേ നീ ആ കൊച്ചുകുട്ടീനെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടെ കിടന്ന് നിന്റെ സമയമൊക്കെ എൻജോയ് ചെയ്യും, ഞാൻ എൻ്റെ ജോലി നോക്കി പോവാന്ന് പറഞ്ഞിട്ട് ജീനി അവന് പണിഷ്മെൻറ്റും കൊടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബാങ്ക് മാനേജർ ആണെങ്കിൽ നമ്മളുടെ രണ്ടാമത്തെ കസ്റ്റമർ പെണ്ണില്ലേ, ആ പെണ്ണിനെ വിളിച്ചിരുത്തി ചോദിക്കുന്നതാ, യാങ്ങിൻ്റെ അക്കൗണ്ടിൽ കിടന്ന ക്യാഷൊക്കെ എങ്ങനെയാണ് നിന്റെ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ആവുന്നത് എന്ന്. ഈ പെണ്ണൊന്നും അറിഞ്ഞൂടാ എന്ന് പറയും. എന്നാൽ മാനേജർ പറയും, നീ ഒരു മന്ദബുദ്ധിയാണ്, ഇത്രയും വലിയൊരു പണിയൊപ്പിച്ച് വെച്ചിട്ട് ആരും കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ചോ. നീ എന്തായിരുന്നാലും ഇപ്പം ഈ കാണിക്കുന്നത് ഭയങ്കര മോശവാ, നീ അതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റ് എടുത്തേ പറ്റുമെന്നും പറഞ്ഞ് അയാൾ അവൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യാങ് ആണെങ്കിൽ നമ്മളുടെ ആ ഏഞ്ചലില്ലേ അവൻ്റെ അസിസ്റ്റൻറ്റിനെ വന്ന് കാണുന്നതാ. എന്നിട്ട് യാങ് വന്നിട്ട് പറയും, ഞാൻ നിന്റെ ബോസിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ഒന്ന് പാസ്റ്റിലോട്ട് കൊണ്ടുപോകാൻ പറ, എനിക്ക് പണ്ടത്തെ സ്റ്റോറി എല്ലാം അറിയണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഏഞ്ചലിന് നല്ല സന്തോഷമാവും. അങ്ങനെ ഇവനാണെങ്കിൽ നമ്മുടെ യാങ്ങിനെ പാസ്റ്റിലത്തെ സ്റ്റോറി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അവിടെയായിട്ട് കാണിക്കുന്നത് തന്നെ കുറച്ച് അറബികളാണെങ്കിൽ രണ്ട് കൊച്ചുങ്ങളെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് അവരിങ്ങനെ മരുഭൂമി കൂടി നടന്നു പോകുന്നതാ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് കുറേ ചെന്നായ്ക്കളാണെങ്കിൽ ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരും. ഈ അറബികൾ എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പെങ്കൊച്ചിൻ്റെ കൂടെയുള്ളൊരു ചെറുക്കനുണ്ട്, അവനെ ഈ ചെന്നായകൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇട്ടു കൊടുക്കും. അവനെ ആ ചെന്നായകളെല്ലാവരും കൂടി കടിച്ച് ശരിയാക്കും. യഥാർത്ഥത്തിൽ ഈ ചെറുക്കനെന്ന് വെച്ചാൽ നമ്മളുടെ യാങ്ങിൻ്റെ ബ്രദർ തന്നെയായിരുന്നു. യാങ് ആയിരുന്നാലും അവിടെ കിടന്ന് നിലവിളിക്കും. ഇവക്കാണെങ്കിൽ നല്ലൊരു അടി കിട്ടി താഴെ വന്ന് വീഴുന്നതും അവിടെയായിട്ട് നമ്മളുടെ ജീനി പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, ഞാനൊരു ജീനിയാണ്, നിനക്ക് 3 വിഷസ് തരാം, നിന്റെ ആദ്യത്തെ വിഷ് എന്താണ് എന്ന്. അപ്പോൾ ആ പെങ്കൊച്ച് പറയും, എൻ്റെ ചേട്ടനെ രക്ഷിക്കുകയും വേണം, അവന് നല്ല ദീർഘായുസ് കൊടുക്കുകയും വേണം എന്ന്. എന്നിട്ട് അവൾ രണ്ടാമത്തെ വിഷയമായിട്ട് ചോദിക്കുന്നത്, കൊച്ചുങ്ങളെ ഒന്നും ആരും തന്നെ ഇതേപോലെ പിടിച്ചുകൊണ്ട് വന്ന് ചെന്നായകൾക്കൊന്നും ഇട്ടുകൊടുക്കാൻ പാടില്ല, കൊച്ചുങ്ങളെ തടവിലാക്കാനും പാടില്ല എന്ന്. ഈ 2 വിഷസിന്റെ പേരിൽ ഇവൾ കൊടുക്കേണ്ടി വന്ന വില വലിയതായിരുന്നു. അതായത് ഇവളുടെ ചേട്ടന് ദീർഘായുസിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീനിക്ക് ഒരുപാട് ആൾക്കാരെ കൊല്ലേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ വിഷിന് വേണ്ടിയിട്ടും അവൻ ഒരുപാട് കൊലയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും നമ്മുടെ ജീനി ആണെങ്കിൽ ആ വിഷ് എല്ലാം ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. അതേസമയം തന്നെ നമ്മുടെ ഈ പെങ്കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ആ ഏഞ്ചൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഏഞ്ചൽ വന്നിട്ട് പറയും, നിന്റെ വിഷസിന്റെ കാര്യങ്ങളല്ല എനിക്ക് മനസ്സിലായി, പക്ഷെ നിന്റെ വിഷിന്റെ പുറകിലായിട്ട് ഒരുപാട് പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു, അതിനുള്ള പണിഷ്മെന്റ് നീ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. ഈ പെങ്കൊച്ചത് കേൾക്കുന്നേ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവള് പറയും, ഞാൻ അതൊന്നും അറിഞ്ഞില്ല, ഞാൻ നല്ലത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ജീനിയാണ് ഈ പെങ്കൊച്ചിന്റെ മുമ്പിലായിട്ട് പ്രത്യക്ഷപ്പെടും. ജീനി പറയും, നീ പറഞ്ഞ വിഷസ് എല്ലാം ഞാൻ നിനക്ക് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇവിടെ ഈ പെങ്കൊച്ച് ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ വിഷസ് കാരണം ജീനി ഒരുപാട് ആൾക്കാരെ കൊന്നു കളഞ്ഞില്ലേ.
പറഞ്ഞില്ലേ. ഇത് കേൾക്കുന്നതും അവൾ പറയും, എന്തൊക്കെയായിരുന്നാലും നമ്മൾ രണ്ടുപേരും ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ശിക്ഷ അനുഭവിക്കാമെന്ന്. ഇത് കേൾക്കുന്നതും ജീനിക്ക് നല്ല ദേഷ്യം വരും. അവിടെയായിട്ട് കുറച്ച് ചെന്നായ്ക്കൾ വന്നിട്ട് ഈ പെങ്കൊച്ചിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ അവസാന നിമിഷമായിട്ട് ഇവൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് ഒരുമിച്ച് നമ്മളുടെ പണിഷ്മെന്റ് അനുഭവിക്കാമെന്ന. ഇതിന്റെ പേരിലാണ് നമ്മളുടെ ജീനി ആയിരുന്നാലും ആ ലാമ്പിലായിട്ട് ട്രാപ്പായി പോയത്. ഈ പെണ്ണായിരുന്നാലും അവിടെ കിടന്ന് മരിച്ച് അവളുടെ ബോഡി അവിടെ കിടന്ന് നശിച്ചു പോകുന്നത് കാണിക്കും. ഇതെല്ലാം നമ്മളുടെ ജീനി നോക്കി നിൽക്കുന്നതും കാണിക്കും. യഥാർത്ഥത്തിൽ ഈ സംഭവം എല്ലാം നമ്മളുടെ യാങ്ങും അതേപോലെ ആ ഏഞ്ചലും പുറത്തു നിന്ന് നോക്കി നിൽക്കുമായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ ജീനിയുടെ ഇമോഷൻസ് കണ്ടിട്ട് അവനെ നോക്കി അടുത്ത് വന്നിരുന്നിട്ട് പറയും, ഇവന്റെ മുഖം കണ്ടിട്ട് തോന്നുന്നില്ല ഇവൻ അവളുടെ അടുത്ത് വൈരാഗ്യമാണ് എന്ന്. പക്ഷെ ഇവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവന് നല്ല വിഷമമുണ്ട് എന്നാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഏഞ്ചൽ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവൻ ഇവിടെ വേറൊന്നും റിവീലാക്കാൻ റെഡി ആവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീനിനെ കാണിക്കും. അവിടെയായിട്ട് ജീനിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതായത് ജീനിയുടെ മെമ്മറിയിൽ നിന്ന് എന്തോ ഒരു സംഭവം മാഞ്ഞു പോയതുപോലെ. എന്നാൽ അവൻ്റെ മൈൻഡിലായിട്ട് വരുന്നത് നമ്മളുടെ യാങ് വേറൊരു രൂപത്തിൽ വേറൊരു ഭാവത്തിലൊക്കെ നിൽക്കുന്നതാണ്. അതേപോലെ നമ്മളുടെ ജീനി ആയിരുന്നാലും ഭയങ്കര ഹാപ്പിയാണ്. അവൻ വേറൊരു ലൈഫ് ജീവിക്കുന്നത് പോലെയൊക്കെ അവന് ഫീൽ ചെയ്യും. ഇവിടെയായിട്ട് അവൻ്റെ ലാമ്പിൻ്റെ അകത്ത് ഒരു മണ്ണ് അവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെങ്കൊച്ചു മരിച്ച സ്ഥലത്തിലെ മണ്ണാണ് അവൻ അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് തിരിഞ്ഞു കറങ്ങാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ നമ്മളുടെ ജീനിക്കായിരുന്നാലും എന്ത് ചെയ്യണോ എന്നറിയത്തില്ല. അവൻ്റെ കയ്യിലെല്ലാം തീ വരാനായിട്ട് തുടങ്ങും. അവൻ എവിടെ പിടിച്ചാലും അവിടെയെല്ലാം കരിഞ്ഞു പോവുകയും ചെയ്യും. അവന് നല്ലതുപോലെ പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മെമ്മറിയിലായിട്ട് എന്തൊക്കെയോ ഓർമ്മകളും വരുന്നുണ്ട്. അവനൊന്നും മനസ്സിലാവത്തില്ല. അവനവൻ്റെ നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടിരുന്ന് സഫർ ചെയ്യുന്നത് കാണിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.